ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താണ്. സച്ചി രേവതിയോട് പറയാണ്, നീ സംശയിക്കുന്നത് പോലെ ഒന്നുമില്ല. അവരെ വന്ന് അവരെ കൂട്ടിക്കൊണ്ടുപോയി. വീട്ടിലെത്തിയതിന് ശേഷം വിമലാൻറ്റി നമ്മളെ വിളിക്കുമായിരിക്കും. എനിക്കൊരു ട്രിപ്പുണ്ട്, നിന്നെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ട് വേണം പോകാൻ. നീ വാ. എന്താ നീ വരുന്നില്ലേ? കാണിക്കുന്നത് സുധിയെയാണ്. സുധി വീട്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിക്കുകയാണ്. അപ്പോൾ അമ്മ വന്നിട്ട് ചന്ദ്ര വന്നിട്ട് ചോദിക്കുകയാണ്, നീ ഇവിടെ ഓരോന്നും ആലോചിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നോ? ഇങ്ങനെ പോയാൽ ജീവിത അവസാനം വരെ നീ സച്ചിയുടെ കയ്യിൽ നിന്നും അടിയും തെറിയും ഒക്കെ വാങ്ങിച്ചിട്ട് മുന്നോട്ട് പോകേണ്ടി വരും. അമ്മേ, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? നീ ജോലിക്ക് പോയി 4 കാശ് കയ്യിലുണ്ടെങ്കിൽ ഇതൊന്നും കേൾക്കേണ്ടി വരില്ലായിരുന്നല്ലോ. അമ്മേ, എനിക്ക് ജോലി കിട്ടണ്ടേ അമ്മേ? എൻ്റെ സമയദോഷം അല്ലാതെ ഞാനെന്ത് പറയാനാ? ജോലിക്ക് പോകുന്നതിനേക്കാണീ ബുദ്ധിമുട്ടാ ഇങ്ങനെ ജോലി ഉണ്ടെന്ന് പറഞ്ഞ് അഭിനയിച്ച് നടക്കാൻ. അമ്മേ, പകല് മുഴുവൻ ആ പാർക്കിൽ പോയിട്ട് ഇരുന്നും കിടന്നും ഞാൻ മടുത്തു അമ്മേ. അതിനിടയിലാണെങ്കിൽ ആ ശ്രുതി കാണാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. അതാ പറയുന്നത് നിന്നോട് പെട്ടെന്നൊരു ജോലി കണ്ടെത്താൻ. അമ്മേ, എൻ്റെ പഠിപ്പിന് പറ്റിയൊരു ജോലി കിട്ടണ്ടേ അമ്മേ? എനിക്കിത് കേട്ട് മടുത്തു അമ്മേ. അത് ശ്രുതിയോട് നമുക്ക് സത്യം പറഞ്ഞാലോ അമ്മേ? ഏത് സത്യം? അത് എനിക്കിപ്പോൾ ജോലിയില്ല എന്നുള്ള ആ നഗ്ന സത്യം. സത്യം പറയുന്നീ അവളോട് പോയിട്ട്. പിന്നീട് അങ്ങോട്ട് നിനക്ക് ഭാര്യ ഇല്ലാതെ കഴിയാം. ഭാര്യ ഇല്ലാതെ കഴിയാനോ? ശമ്പളം കിട്ടിയ ക്യാഷിന് വീട്ടു ചിലവ് ചെയ്തിരിക്കണമെന്ന് പറഞ്ഞിരിക്കുക അവള്. നിന്നെ അത്രയ്ക്ക് വിശ്വാസം അവൾക്ക്. ജോലിയുണ്ടെന്ന് കള്ളം പറഞ്ഞ് നീ അവൾക്ക് മുമ്പിൽ നാടകം കളിക്കുകയാണെന്ന് കൂടി അറിഞ്ഞാൽ പിന്നെ നിന്നെ ഉപേക്ഷിച്ച് അവളെ പാട്ടിന് പോകും. അമ്മേ, ഇങ്ങനെയൊന്നും പറഞ്ഞ് എന്നെ പേടിപ്പിക്കാതെ അമ്മേ. അവൾ നിന്നെ വിട്ടു പോകുമെന്നുള്ള കാര്യം ഉറപ്പാ അമ്മേ. അതുകൊണ്ട് നീ സത്യം പറയണ്ട, അബദ്ധം കാണിക്കാതിരുന്നാൽ മതി. പെട്ടെന്ന് തന്നെ നീ ഒരു ജോലി കണ്ടെത്താൻ നോക്ക്. കണ്ടെത്താം അമ്മേ. അപ്പോഴാണ് ശ്രുതി വന്നത്. അപ്പോൾ പറയാണ്, മോളെ, ഞങ്ങളിപ്പോൾ നിന്നെക്കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. ജോലിയൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. നീയുള്ളത് സ്റ്റാഫ് നോക്കിക്കോളും. ചില കസ്റ്റമേഴ്സിന് നീ തന്നെ ചെയ്യണം അല്ലേ? അതാണവർ നിന്നെ തന്നെ വെയിറ്റ് ചെയ്യുന്നത് അല്ലേ? അതെ അതെ. ശ്രുതി എപ്പോൾ എത്തി? വർക്ക് നേരത്തെ കഴിഞ്ഞോ? ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ ശ്രുതി. ഇന്ന് വർക്ക് നേരത്തെ കഴിഞ്ഞു. പിന്നെ ചന്ദ്ര പറയാ, ഇവൻ നന്നായിട്ട് ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് MDക്ക് വലിയ കാര്യാത്ര ഇവന് തോന്നുമ്പോൾ വരാം, തോന്നുമ്പോൾ പോവാം എന്നാണത്രേ MD പറഞ്ഞിരിക്കുന്നത്. അല്ലേടാ മോനെ? അതെ അതെ. അപ്പം തന്നെ ശ്രുതി പറയാണ്, അത് കള്ളം. അങ്ങനെ ഒരു MDയും പറയില്ല അമ്മേ. മകൻ മിടുക്കനാണെന്ന് വരുത്താൻ വേണ്ടി അമ്മ ചുമ്മാ പറയുന്നതാ. അമ്മ വീണെടുത്ത് നിറില്ല. ഈ ശ്രുതിയുടെ ഒരു കാര്യം. 2 പേർക്കും കുടിക്കാൻ എന്താ വേണ്ടത്? ചായ മതിയോ? കുറച്ച് കഴിയട്ടെ അമ്മേ, ഞാൻ ഉണ്ടാക്കിക്കോളാം. മോൾ അടുക്കളയിലൊന്നും കയറണ്ട, അമ്മ ഉണ്ടാക്കിത്തരാം. വേണ്ട സമയത്ത് പറഞ്ഞാൽ മതി. ശരി. മാങ്ങ പോയപ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, ശ്രുതി എന്താ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നേ? ഫുൾ ടൈം AC-യിലല്ലേ ഇരിക്കുന്നേ? എന്നിട്ടെന്താ ഇങ്ങനെ? അല്ല, അത് എന്നിട്ട് മനസ്സിൽ പറയാ, പാർക്കിൽ AC-യിലല്ലോ ശ്രുതി. എന്താ ആലോചിക്കുന്നേ? അത് ടെസ്റ്റ് ഡ്രൈവ് ഉണ്ടായിരുന്നു, അതാ ഞാൻ ഇത്രയും ടയർഡായത്. പാവം, എല്ലാം ശരിയാവും കേട്ടോ. ഒക്കെ നീ അറിയുന്ന ദിവസം എല്ലാം ശരിയാവും. ശ്രുതി കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഒന്ന് ചിരിച്ചിട്ട് പോയി. പിന്നെ ശ്രുതിയുടെ അച്ഛൻ വന്നിട്ട് വിളിക്കുകയാണ്, ചന്ദ്രയെ, കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടെത്താം. ഇപ്പം കൊണ്ടുവരാം. വെള്ളം. നിങ്ങൾ യൂണിയൻ ഓഫീസിൽ പോയില്ലേ? പോയിരുന്നോ? അപ്പോഴാണ് സച്ചിൻ രേവതിയും വരുന്നത്. വാ 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 വാ. എവിടെയായിരുന്നു 2 പേരും? അച്ഛാ, ഞങ്ങളൊന്ന് പുറത്തു പോയതാ അച്ഛാ. ഇരിക്കേ. ഇവിടുന്ന് തൂക്കിയിട്ട് പോയിരുന്നല്ലോ ഒന്നിനെ, അതെവിടെ? എവിടെയെങ്കിലും കൊണ്ടുപോയി വിട്ടോ അവനെ? അല്ലെങ്കിൽ അതോ അവൻ്റെ അമ്മയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് തന്നെ വരുമോ? അവർ 2 പേരും ഇപ്പോൾ ഒരു ലോറിയിൽ വന്ന് ഇവിടെ ഇറങ്ങും. നിങ്ങൾ 2 പേരും നിങ്ങൾ സ്വീകരിക്കണം. ആരെക്കുറിച്ചാണ് നിങ്ങളുടെ അമ്മയും പറയുന്നേ? അച്ഛാ, ആദിയില്ലേ, അവനെക്കുറിച്ചാണ് പറയുന്നത്. അന്ന് ഇവിടെ വന്ന പയ്യനോ? മോള് കുളത്തിൽ വീണപ്പോൾ ഇപ്പനോട് വന്ന് പറഞ്ഞ് രക്ഷിച്ചേ? അതെ അതെ, അവൻ തന്നെയാ അച്ഛാ. അവനും അവൻ്റെ അമ്മുമ്മയും കൂടി റോഡിലൂടെ നടന്നു വരികയായിരുന്നു. പെട്ടെന്ന് തന്നെ അവൻ്റെ അമ്മുമ്മ ബോധം കെട്ട് വീണു. പിന്നെ അച്ഛൻ്റെ അടുത്ത് അവരെല്ലാം വിശദീകരിച്ച് പറയുകയായിരുന്നു. ഹോസ്പിറ്റലിൽ എത്തിച്ചതും ഡോക്ടർ പറഞ്ഞതും ഹോസ്പിറ്റലിൽ നിന്ന് ആദീനെ എടുത്ത് വീട്ടിൽ വന്നതും വീട്ടിൽ നിന്ന് ആദീനെ എടുത്ത് കൊണ്ടുപോയതും. അല്ല, അവരിപ്പോൾ എവിടെയാണ് ഉള്ളത്? അറിയില്ല അച്ഛാ. അവരുടെ സ്വന്തത്തിലുള്ള ഏതോ ഒരു പെണ്ണ് വന്ന് അവരെ കൂട്ടിക്കൊണ്ടുപോയി എന്നാ ഹോസ്പിറ്റലിൽ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ ചന്ദ്ര പറയാണ്, അവരെവിടെ പോയാലെന്താ, നമുക്ക് ശല്യമാവാതിരുന്നാൽ മതി. അപ്പോൾ സച്ചി പറയാണ്, പറഞ്ഞത് കേട്ടല്ലോ അച്ഛാ, അമ്മയ്ക്ക് ഹൃദയത്തിൻ്റെ സ്ഥാനത്ത് കരിങ്കല്ല. മനുഷ്യപ്പറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. നീ അത് വിട് സച്ചി. നിങ്ങൾ യൂണിയൻ ഓഫീസിൽ പോയിട്ട് എന്തായി അത് പറ. കണ്ടവരുടെ കാര്യം പറഞ്ഞ് സമയം കളയാതെ.
അപ്പോഴാണ് ശ്രുതി വന്നത്. എന്നിട്ട് പറയാണ്, ആ എന്താ ശ്രുതി? അത് പറയാൻ വിട്ടുപോയി, ഒരു സന്തോഷ വാർത്തയുണ്ട്. ആ മധുസൂദൻ തരേണ്ട 1,00,000 രൂപ തന്നു. ആ ആ ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി, എല്ലാവരും ചിരിക്കുകയാണ്. സച്ചിയോ രേവതിയോ ശ്രുതിയും ശ്രുതിയോ ചന്ദ്രയോ ഒക്കെ ചിരിക്കുകയാണ്. കാശ് തന്നപ്പോൾ അയാളുടെ മുഖത്ത് നോക്കി 2 വർത്തനം പറഞ്ഞില്ല അച്ഛാ? ഇല്ലടാ, അതിനുള്ള അവസരം കിട്ടിയില്ല. കാശ് അദ്ദേഹം യൂണിയൻ ഓഫീസിൽ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അവിടെ പോയപ്പോഴാണ് കിട്ടിയത്. അച്ഛനെ അയാൾക്ക് ഫേസ് ചെയ്യാൻ പറ്റാതെ വേണ്ട അങ്ങനെ ചെയ്തത്. അച്ഛൻ ബാഗിൽ നിന്നും ക്യാഷ് എടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ചിരിക്കുക. ചിരിച്ചു കൊണ്ട് വന്ന ശ്രുതിയെ കണ്ടിട്ട് സച്ചി പറയാ, അച്ഛാ കാശ് വേഗം ബാഗിലിട്ടോ, കഴുകന്മാർ ചുറ്റും കണ്ണോടിച്ച് നടക്കുക. ഒത്തി എടുത്തുകൊണ്ട് പോവും, ബാഗിൽ വെക്കച്ചാ. എടാ കഴുകന്മാരെ, അമ്മ പറയാ, നിങ്ങൾ 2 പേരും തന്നെ. കാശ് കണ്ടപ്പോൾ അവൻ്റെ നോട്ടം കണ്ടില്ലേ? ഡേ സച്ചി, നീ പോടാ. കാശ് എപ്പോൾ വേണാലും എടുത്തിട്ട് ഓടുവായ അവൻ. അച്ഛൻ ക്യാഷ് സൂക്ഷിച്ചു വെച്ചോ, അല്ലെങ്കിൽ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകും. മിണ്ടാതിരിയടാ അവിടെ. രവിയേട്ടാ, കല്യാണത്തിന് വാങ്ങിച്ച ചെറിയ ചെറിയ കടങ്ങളുണ്ട്, അതൊക്കെ കൊടുത്തു തീർക്കണം. ക്യാഷിങ് തന്നെ. ഞാൻ പറഞ്ഞില്ലേ അച്ഛാ, ക്യാഷ് ബാങ്കിൽ കൊണ്ടുപോയി ഇട്, അല്ലെങ്കിൽ പല നമ്പർ വിളക്കി പൈസ കൈക്കലാക്കാൻ നോക്കും. കൊടുക്കല്ലേ അച്ഛാ, കൊടുക്കല്ലേ. നമ്പറൊന്നുമല്ല, ചെറിയ ചെറിയ കടങ്ങളുണ്ട്, അതൊക്കെ വീട്ടണ്ടേ, അതൊക്കെ കൊടുത്തു തീർത്തേ പറ്റൂ. ഇതൊന്നും എനിക്ക് വേണ്ടി വാങ്ങിച്ച കടങ്ങളല്ല. ഓ രവിയേട്ടൻ പറയാണ്, ചന്ദ്രേ നീ ടെൻഷനാവാതെ. ഇത്രയും നാൾ ഞാൻ ക്യാഷ് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത് നിന്നെ തന്നെയല്ലേ? ഇനി അതിനൊരു മാറ്റവും ഇല്ല, ക്യാഷ് നീ തന്നെ വെച്ചോ. അച്ഛൻ വീണ്ടും പറയാണ്, അച്ഛാ ക്യാഷ് അച്ഛൻ തന്നെ സൂക്ഷിച്ചു വെക്ക്. അമ്മയെ ഏൽപ്പിച്ചാൽ ക്യാഷ് പോകുന്ന വഴി അറിയില്ല. ഇത്രയൊക്കെ ആയിട്ടും അച്ഛന് മനസ്സിലായില്ലേ? ചന്ദ്ര വിളിക്കുക. അപ്പോൾ രവിയേട്ടൻ പറയാണ്, ചന്ദ്രേ സച്ചിക്ക് കടങ്ങളുണ്ട്, ഇതിൽ നിന്ന് കുറച്ചെടുത്ത് അവൻ്റെ കടങ്ങൾ വീട്ടാം. അതുകൊണ്ട് ആവശ്യം വരുമ്പോൾ ഞാൻ ചോദിക്കും, അപ്പോൾ തന്നേക്കണം. ചന്ദ്ര എണീറ്റ് പൈസ വാങ്ങിച്ച്. അച്ഛാ ക്യാഷ് ലോക്കറിൽ വെച്ച് പൂട്ടാൻ പറയും, അവൻ നോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, എന്തിനാ സച്ചി ശ്രുതിയെ ഇങ്ങനെ പരിഹസിക്കുന്നേ? നീ അകത്തേക്ക് ചെല്ല്. രേവതി പറയാണ്, നിങ്ങൾക്ക് ഓട്ടം പോകാനുണ്ടെന്ന് പറഞ്ഞതല്ലേ, ടൈമായി ചെല്ല്. ഞാനത് മറന്നു. ഞാൻ പോയിട്ട് വരാം. ഞാൻ വരുന്നു. പിന്നെ ചായ എടുക്കട്ടെ? ഇപ്പം വേണ്ട മോളെ. എല്ലാവരും അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ചന്ദ്ര ആ പൈസയും കയ്യിൽ പിടിച്ച് സന്തോഷത്തോടെ ചിരിക്കുകയാണ്. കൂടെ ശ്രുതിയും ഉണ്ട്. ശ്രുതി സന്തോഷത്തോടെ വിളിക്കുകയാണ്, അമ്മേ. ശ്രുതി ചോദിക്കുമെന്ന് വിചാരിച്ച് അമ്മ വേഗം അവിടുന്ന് സ്ഥലം വിട്ടു. പിന്നെ കാണിക്കുന്നത് വർഷ ശ്രീകാന്തിനെ വിളിക്കുകയാണ്. ശ്രീകാന്തിനെ വിളിച്ചപ്പോൾ ശ്രീകാന്ത് ഹലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ്, ആഹാ എന്ത് പറ്റി, ഇന്ന് പെട്ടെന്ന് കോൾ അറ്റൻഡ് ചെയ്തല്ലോ. എങ്കിൽ നീ എൻ്റെ ഫോൺ എടുത്ത് ഓടില്ലേ? ഓ ഞാനൊരു ശല്യക്കാരിയാണെന്ന് തോന്നുന്നുണ്ടല്ലേ? ഏയ് ഒരിക്കലുമില്ല. എന്താ ഭക്ഷണമൊന്നും വേണ്ടേ? ഒന്നും ഓർഡർ ചെയ്തില്ലല്ലോ. സ്റ്റുഡിയോയിൽ ഞാൻ ലൈറ്റായാണ് വന്നത്. ഇന്ന് കുറേ എപ്പിസോഡ് ചെയ്യാനുണ്ടായിരുന്നു, നല്ല തിരക്കായിരുന്നു. അപ്പം നീ ഭക്ഷണം കഴിച്ചില്ലേ? ഒരു ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചു, പക്ഷേ തീരെ കൊള്ളില്ല. എന്നെ വിളിച്ച് പറഞ്ഞെങ്കിൽ ഞാൻ കൊടുത്തു വിടുമായിരുന്നല്ലോ. കുഴപ്പമില്ല. നീ നാളെ പുതിയൊരു ഐറ്റം ഉണ്ടാക്കി വെക്ക്, ഞാൻ റെസ്റ്റോറൻറ്റിൽ വന്ന് കഴിച്ചോളാം. അല്ല നീ ഇപ്പോൾ എവിടെയുള്ളത്? റെസ്റ്റോറൻറ്റിലാണോ? ഞാനിവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോവാം. ഞാനും വീട്ടിലേക്ക് പോകാൻ ഇറങ്ങി. എന്നാൽ ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ. നിൽക്ക് കട്ട് ചെയ്യല്ലേ. നീ എന്താ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യാൻ പോകുന്നേ? എന്നോട് സംസാരിക്കാൻ ഇഷ്ടമല്ലേ? നീ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് സ്കൂട്ടർ ഓടിക്കണ്ടേ? പിന്നെ എങ്ങനെയാണ് ഫോൺ ചെയ്യുന്നേ? അതിനെന്താ, നമുക്ക് എയർപോർട്ട്സ് വെച്ച് സംസാരിക്കാമല്ലോ. നീ എടുത്ത് വെക്ക്. ശരി. ഇനി സംസാരിച്ചോ. ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യാൻ പാടില്ല, അതാണ് നിയമം. അതൊക്കെ എനിക്കറിയാം. വീട്ടിലെത്തുന്നത് വരെ എനിക്ക് നിന്നോട് സംസാരിച്ചുകൊണ്ടേയിരിക്കണം, വേറെ വഴിയൊന്നുമില്ലല്ലോ. ശരി. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടേ വണ്ടി ഓടിച്ചിട്ട് പോവുകയാണ്. പക്ഷേങ്കിൽ സംസാരിക്കുന്നത് കാണിക്കുന്നില്ല. ഒരു പാട്ടാണുള്ളത് ആ സമയത്ത്. 2 പേരും വീട്ടിലെത്തി കോളിംഗ് ബെല്ലടിക്കുകയാണ്. വർഷ അമ്മ വന്ന് വാതിൽ തുറന്നു കൊടുത്തിട്ടും വർഷ മൈൻഡ് അതെ ഞാനും അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് പോവുകയാണ്. ഓക്കെ ഞാനിപ്പോൾ വീടെത്തിയതേ ഉള്ളൂ. വീട്ടിലെത്തിയില്ലേ? കോൾ കട്ട് ചെയ്യട്ടെ? അയ്യോ വേണ്ട കട്ട് ചെയ്യല്ലേ. നിനക്ക് ഫ്രഷ് ആവണ്ടേ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. സംസാരിക്കേ. എത്ര നേരമായിട്ട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ ചിരിച്ചുകൊണ്ട് പോവുകയാണ്. എത്ര നേരമായാൽ എന്താ, എന്നോട് സംസാരിക്കുന്നത് ഇഷ്ടമല്ലേ? അപ്പോൾ അവൻ പറയാണ്, ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ ഇത്രയും നേരം സംസാരിച്ചത്? എൻ്റെ കോൾ എടുക്കാതെ നീ എന്നെ ഒഴിവാക്കിയിരുന്നതല്ലേ, അതിൻ്റെ പണിഷ്മെൻറ്റാണ് ഇത്. ഞാൻ വെക്കാൻ പറയുന്നത് വരെ നീ സംസാരിച്ചുകൊണ്ടിരിക്കണം. ശരി, ഓക്കെ, ശരി, ഗുഡ് ബോയ്. അങ്ങനെ അവർ വീട്ടിലെത്തിയിട്ടും ഒരുപാട് സമയം സംസാരിച്ചു. എത്ര സമയം സംസാരിച്ചെന്ന് അവർക്ക് തന്നെ അറിയില്ല.
പിന്നെ വർഷ ചോദിക്കാണ്, നീ ഭക്ഷണം കഴിച്ചായിരുന്നോ? ദേ കഴിക്കാനിരുന്നു. ഞാൻ ഭക്ഷണം എടുക്കുന്നതാണേ, ഒന്ന് വെയിറ്റ് ചെയ്യണേ. മോളെ നീ കൂടി ഇരിക്കേ. വേണ്ട മമ്മി, ഞാൻ മുറിയിലിരുന്ന് കഴിച്ചോളാം. എന്താടി ഇത് പുതിയ ശീലമൊക്കെ? എന്നും ഇവിടെ ഇരുന്നല്ലേ കഴിക്കാറുള്ളത്? എന്നും ഒരുപോലെ ആയിരിക്കണമെന്നില്ലല്ലോ മമ്മി. വേണമെങ്കിൽ മമ്മി മുറിയിൽ പോയിരുന്ന് കഴിച്ചോ. ആ പറയേ. പിന്നെ അവൾ ഫുഡ് പ്ലേറ്റിലെടുത്ത് വെക്കുകയും കറി വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് തന്നെ അച്ഛനും അമ്മയും നോക്കി നിൽക്കുക. കണ്ടില്ലേ ഏട്ടാ, ആരുടെ ഇവിടെ ഇത്രയും സംസാരിക്കുന്നത്? ഇത്ര നേരമായി എന്നറിയാം സംസാരിക്കുന്നത്. വിട്, ഏതെങ്കിലും ഫ്രണ്ട്സിനോടായിരിക്കും. പിന്നെ രണ്ടുപേരും ഫുഡ് കഴിച്ചുകൊണ്ടേ സംസാരിക്കുക. ആ നീ കഴിച്ചു കഴിഞ്ഞു അല്ലേ? ഇവിടെ തീർന്നിട്ടില്ല. എങ്ങനെ തീരും? സംസാരമല്ലേ ഉള്ളൂ, കഴിക്കുന്നില്ലല്ലോ. അവൻ കൈ കഴുകി ടവലിൽ തുടക്കുകയാണ്. സംസാരിച്ച് അങ്ങനെ ശ്രീകാന്ത് പറയാണ്, ലേറ്റായി, നിനക്ക് ഉറക്കം വരുന്നില്ലേ? ഇല്ല, എനിക്ക് ഉറക്കം വരുന്നില്ല. ഏയ് എന്തു പറ്റി? ഈ ബ്രെയിനിലൊക്കെ ഫങ്ഷൻ അങ്ങനെയാ. നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് എത്ര സമയം വേണമെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അങ്ങനെ സംസാരിക്കുന്നതിൽ മടുപ്പില്ല, ഉറക്കവും വരില്ല. അങ്ങനെ അവർ ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. എത്ര സമയം സംസാരിച്ചെന്ന് അവർക്ക് തന്നെ അറിയില്ല. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത വിശേഷം, അടുത്ത പുതിയ ഭാഗമായിട്ട് ഉടൻ വരുന്നതാണ്. അതുവരേക്കും സീ യു ആൾ.